നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെമിനിസ്റ്റുകളെ തെരഞ്ഞെടുത്ത് നോക്ക്. ഫെമിനിസ്റ്റുകളാണ് സത്യം പറഞ്ഞ ഫെമിനിസ്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന പുരുഷന്മാരുടെ ഭാഗ്യം എന്നാര് പറഞ്ഞു? പുരുഷന്മാരുടെ ഭാഗ്യം. കാരണം ഇഷ്ടം പോലെ സെക്സിന് ഒരു പഞ്ഞവും ഉണ്ടാവത്തില്ല. നിങ്ങൾ ഫെമിനിസ്റ്റുകൾ മിക്ക ആൾക്കാരും ഇങ്ങനെയാ, എനിക്കറിയാം. ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. അങ്ങനെയാണല്ലേ? എന്നത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. നേരത്തെ പറഞ്ഞ ഇപ്പൊ പറയാൻ പറ്റുമോ? ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിംഗ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ നമുക്ക് തോന്നും നമുക്ക് ഇങ്ങനൊരു സ്ത്രീയാ. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. നല്ല സെക്ഷൽ ഫീലിംഗ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ നമുക്ക് തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയില്ല. സത്യമായിട്ട് ആരെ പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം മനസ്സിലായി കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. അഴുക്കപ്പെണ്ണ് അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക, തന്തയേക്കാ മോശം. ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും. പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഫേമസ് ആയതുകൊണ്ട് ഇതേപോലെ നമ്മൾ ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അസുഖം വേറെയാ, പോയി മുറിക്കേ കേറ പന്നി. നമ്മൾ ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുലിസിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ഈ ഓവലേഷൻ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആവും പെണ്ണുങ്ങൾ. അതാണ് പറഞ്ഞത് അവരെന്തിനാ കാലഘട്ടത്തിൽ വെച്ച് കൊടുത്തത് ചോദിക്കരുത്. അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബീയിങ്ങിന്റെ ഒരു ചോദനയാണിത്. പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടിക്കൂടി വരുമെന്ന് സത്യമാണ്. ഒരു 20 വയസ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ല. 25, 30 വയസ്സ് കൂടുമ്പോൾ നമുക്ക് ഇതിനുള്ള ചോദന കൂടും. സത്യമായിട്ടുള്ള കാര്യമാണ്. വയസ്സ് കൂടുമ്പോൾ നമുക്ക് ഇതിനുള്ള ചോദന കൂടും. സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയല്ല, ഒരു 28 വയസ്സിലുള്ള ചോദനയല്ല 30 വയസ്സുള്ളപ്പോ ഉള്ളത്. ഞാൻ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് മെസ്സേജ് അയച്ചതെന്ന് പറയാം. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഫീമെയിലുകൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് എഴുതി. അപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറഞ്ഞു ഞാൻ ഇങ്ങനെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് കാർഡൊക്കെ അയച്ചത്. എനിക്ക് ഭയങ്കര പൈസ കേട്ടോ. ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ പറ്റുമോ? അപ്പൊ ഞാൻ ഇതെന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. ശമ്പളം കുറവായിരിക്കും, പക്ഷെ സന്തോഷം വലുതായിരിക്കും. ഒരു ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അനുഭവിക്കുന്നുണ്ട്. പുള്ളി ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അനുഭവിച്ചോളാം. ഈ ജോലിയോട് ഒരു പാഷൻ വേണം. അതായത് ഈ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. അതെന്താ? കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. എന്താണ് സ്ത്രീകൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്? അതാണ് എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ നീ ഒന്ന് കൺട്രോൾ ചെയ്താൽ നിനക്ക് കൊള്ളാം.